കാസർഗോഡ് നമ്മുടെ ദാസേട്ടനെ പരിചയപ്പെടുത്തുന്ന അനുകരിക്കുന്ന ഒരാളെ പരിചയപ്പെടാം. അദ്ദേഹം കാസർഗോഡ് യേശുദാസ് ആണെന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഒരിക്കൽ നമ്മുടെ ജനപ്രിയ പരിപാടിയായ ഫ്ലവേഴ്സിൻ്റെ കോമഡി ഉത്സവത്തിൽ വന്നു. ഗാനഗന്ധർവനെ അദ്ദേഹം അനുകരിക്കുന്നത് കേട്ട് അതിലുണ്ടായിരുന്ന കലാകാരന്മാരും ആർട്ടിസ്റ്റുകളും എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. ഏതാണ്ട് ഈ 2.5 കോടിയോളം ജനങ്ങൾ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇതിനകം കേട്ടുകഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ദാസേട്ടൻ്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. മാത്രമല്ല ഇതുവരെ അദ്ദേഹം പാട്ട് പഠിച്ചിട്ടുമില്ല. പാട്ട് പഠിക്കാതെ ജന്മനാ കിട്ടിയ സർഗസിദ്ധി കൊണ്ട് കിട്ടിയ ഒരു ആലാപന രീതി കൊണ്ട് അദ്ദേഹം ദാസേട്ടനെ പകരം വയ്ക്കാൻ ഒരാളെ കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ദാസേട്ടനെ പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരാളായി മാറുകയാണ് രതീഷിൻ്റെ ആലാപന സുഗന്ധത്തിലേക്ക്. വികാര നൗകയുമാ തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു. ഗാനഗന്ധർവൻ KJ യേശുദാസിൻ്റെ ശബ്ദസാമ്യം കൊണ്ട് മലയാളി മനസ്സിൽ ഇടം നേടിയ രതീഷ് കണ്ടെടുക്കും. ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലൂടെ തുടങ്ങി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ താരമായ അദ്ദേഹവും കുടുംബവുമാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും. ഞാൻ ഒരു കാര്യം പറയാം, ഇനി അടുത്തത് ഏറ്റവും അധികം കോമഡി ഉത്സവത്തിൽ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നതും വൈറലാകാൻ പോകുന്നതും താങ്കളുടെ പ്രകടനമായിരിക്കും, ഉറപ്പാണ്. കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോട് കണ്ണോരം ചേരുന്നു നാം. പെയ്തിട്ടും പെയ്തിട്ടും തോരാതെ വീണ്ടും. അവിടെ പോകുമ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അത് കോമഡി ഉത്സവത്തിൽ വന്നുകൊണ്ട് തന്നെയാണ്. എൻ്റെ ജീവിതം മാറ്റിമറിച്ച് തന്നെ പറയാം. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ ചെമ്മാനപ്പൂമുറ്റം നിറയേ മണിമഞ്ചാടി വാരിയെറിഞ്ഞോളേ. ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലൂടെ ജനപ്രീതി നേടിയ രതീഷ് കണ്ടെടുക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ താരമാണ്. കോമഡി ഉത്സവത്തിൽ രതീഷ് പാടിയ പാട്ട് ഇതുവരെ 3 കോടിയോളം പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞു. സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ സാരമേ നിൻ സ്നേഹഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ. ടയർ റീസോളിംഗ് കടയിൽ ജീവനക്കാരനായിരുന്ന രതീഷിന് ഇന്ന് പരിപാടികളുടെ തിരക്ക് മൂലം പണി ഉപേക്ഷിക്കേണ്ടി വന്നു. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിരവധി വേദികൾ രതീഷ് കണ്ടെടുക്കം കീഴടക്കി. പരിപാടി ഒരുപാട് ദൂരമെല്ലാം വരുമ്പം പ്രശ്നമാണ്. ഇപ്പോൾ ഇനി ഡൽഹിയിലേക്ക് ഒരു പരിപാടി വന്നിട്ടുണ്ട്, അതുപോലെ ബാംഗ്ലൂർ ഒരു പരിപാടി വന്നിട്ടുണ്ട്. അപ്പോൾ പോയി വരുമ്പോൾ കുറച്ച് ദിവസം പിടിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് അതിൽ ജോലി ചെയ്യാൻ പറ്റില്ല. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി. ശാസ്ത്രീയമായി പാട്ടഭ്യസിച്ചിട്ടില്ലാത്ത രതീഷിലൂടെ ദാസേട്ടൻ്റെ ശബ്ദം കേൾക്കാൻ മാത്രം നിരവധി പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോ. മലയാള സംഗീത ലോകത്തെ ഗാനഗന്ധർവനെ നേരിട്ടു കാണണമെന്നാണ് രതീഷിൻ്റെ ആഗ്രഹം. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ
നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ്റെ ശബ്ദമാധുര്യം രതീഷ് കണ്ടെടുക്കത്തിലൂടെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പരിപാടികളുമായി ഇദ്ദേഹം സജീവമാണ്. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. താങ്ക് യു രതീഷ് കണ്ടടക്കം. അദ്ദേഹം ഈ കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തലയിലെഴുത്ത് മാറി എന്നുള്ളതാണ് സത്യം. കാര്യം നമുക്ക് കുറച്ചുകൂടെ സ്റ്റുഡിയോയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുമ്പോൾ ദാസേട്ടൻ്റെ ശബ്ദം പോലെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ നമുക്കൊരു ദാസേട്ടനേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. കാര്യം ഇനിയൊരു എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഇതേപോലെ കരടില്ലാത്തൊരു ശബ്ദം മലയാളിക്ക് കിട്ടുമെന്ന കാര്യം സംശയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.